അതെ, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇന്ത്യയിൽ അസാധാരണ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുമെന്നാണ് പഠനം പറയുന്നത്. 2057ഓടെ ഇന്ത്യയിലെ വാർഷിക കാലാവസ്ഥയിൽ വൻ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് അസിം പ്രേംജി സർവകലാശാലയുടെ പഠനത്തിൽ പറയുന്നു. കാർബൺ ബഹിർഗമനം നിയന്ത്രിത രീതിയിലായാൽ പോലും രാജ്യം ചുട്ടുപൊള്ളും എന്നാണ് ഈ പഠനത്തിൽ പറയുന്ന കാര്യങ്ങൾ. വിശദമായ റിപ്പോർട്ട് കാണാം. കുറഞ്ഞ വർഷങ്ങൾക്കിടെ ഇന്ത്യയിൽ താപനില റെക്കോർഡിട്ടുകൊണ്ടിരിക്കുകയാണ്. വർഷം തോറും പ്രകൃതി വിഭവങ്ങളുടെ ലഭ്യത കുറയുകയും ജനസംഖ്യ വർദ്ധിക്കുകയുമാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായാണ് അസിം പ്രേംജി സർവകലാശാല പഠനം നടത്തിയത്. ഫോസിൽ ഇന്ധനങ്ങളുടെ വലിയ തോതിലുള്ള ഉപയോഗവും അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ തടയാൻ ഫലപ്രദമായ ഇടപെടലുകളില്ലാത്തതും സ്ഥിതി വഷളാക്കും. വർദ്ധിച്ചുവരുന്ന താപനില, ഉഷ്ണതരംഗം, വരൾച്ച, കനത്ത മഴ തുടങ്ങി പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകും. കൃഷി, പ്രകൃതി വിഭവങ്ങൾ, ജനങ്ങളുടെ സ്വാഭാവിക ജീവിതം എന്നിവ ഇക്കാര്യങ്ങൾ കൊണ്ട് തകരും. കാർബൺ ബഹിർഗമനം തൽസ്ഥിതിയിൽ നിന്നാൽ പോലും വേനൽക്കാല താപനില 2043 1.5% വർദ്ധിക്കും. ബഹിർഗമനം വർദ്ധിച്ചാൽ 2041 തന്നെ താപനില ഈ നിലയിലെത്തും. വലിയ ജനസംഖ്യാ സാന്ദ്രതയുള്ള രാജ്യത്ത് ബഹുഭൂരിഭാഗം ജനതയും കാർഷിക വൃത്തിയെ ആശ്രയിച്ച് കഴിയുന്നവരാണ്. കാലാവസ്ഥാ വ്യതിയാനം രാജ്യത്തെ സാമൂഹിക സാമ്പത്തിക ക്രമത്തെ തകിടം മറിക്കും. ഏറ്റവുമധികം വ്യതിയാനം ബാധിക്കാൻ സാധ്യതയുള്ള പ്രദേശം കേന്ദ്രഭരണ പ്രദേശമായ ലേ ആണ്. ഇവിടെ താപനില 1.6% വരെ ഉയരുമെന്നാണ് പഠനം. ശൈത്യകാല താപനില ഇന്ത്യയിലെ 611 ജില്ലകളിൽ ശരാശരി 1%, 139 ജില്ലകളിൽ 1.5% ഉയർന്നേക്കാമെന്നും പഠനം പറയുന്നു. ആഗോള കാലാവസ്ഥാ ഉച്ചകോടി അസർബൈജാനിലെ ബാക്കുവിൽ നടക്കുന്ന സമയത്താണ് പഠനം പുറത്തുവന്നിട്ടുള്ളത്. റിസർച്ച് ഡെസ്ക് 24.